കുഴപ്പമില്ലല്ലോ. ഉണ്ട് ഉണ്ട് ഉണ്ട്. അല്ലല്ല രഞ്ജേട്ടനതാ. എടാ മോനെ, എടാ മോനെ 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 പൊടി പൊടി bola 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 bola. oke പോയിക്കോ കൊടു കൊടു കൊടു. മെല്ലെ മെല്ലെ പോകാം, മെല്ലെ 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 പോകാം. കൊടി മാറ്റി കൊടി മാറ്റി കൊടി മാറ്റി.
ಕೊಡಿ ಮಾಡಿದ್ದಾರೆ.
കൊടി എല്ലാ കൊടി ആൾക്കാരെല്ലാം മുന്നേ കയറി നല്ല ആൾക്കാരോട് പോകാൻ കുറച്ച് ആൾക്കാർ അതെ ഈ ആൾക്കാർ ഇങ്ങോട്ടേക്ക് കയറിയാൽ മതി. ആൾക്കാരോട് സൈഡിൽ പോകാൻ പറ. ആൾക്കാരെ എടുക്കോ കൊടി നടക്കുന്നു മാറ്റാൻ പറയാം. ആൾക്കാരോട് കയറി പോകാൻ പറ. വണ്ടി എടുക്കലാന്ന് പറ. വണ്ടി എടുക്കല. ആൾക്കാർ പോട്ടെ. ആൾക്കാർ കയറട്ടെ. ഒറ്റ ഒന്നിനെ കാണുന്നത് വണ്ടി ചേട്ടാ ആൾക്കാർ കുറച്ച് നടന്നോ മനോട്ടാ രണ്ട് സൈഡിൽ കയറിയ ഞാൻ ബാക്കി ഇരിച്ചാൻ അത് മതി.
ഇനിയിപ്പോ വേണ്ട, ഇനി നമ്മൾ ഇറങ്ങില്ല താഴെ. जय बोलो भारत माता की जय, महाराज की जय, महाराज की जय, जय जय भारत माता, जय जय बीजेपी, जय जय बीजेपी, स्वागतम सुस्वागतम, निर्मला जी को स्वागतम, निर्मला जी को स्वागतम, राष्ट्र मारे वोटर मारे, ओरो वोटुम पतियते, मारी समझ से, सामने दिखे पतियते, सामने 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 आए, सामने सामने
വണ്ടി കുറച്ച് സ്പീഡാക്കി കേട്ടോ. എന്നെ വണ്ടി കുറച്ച് സ്പീഡാക്കി. നട്ടുച്ചക്ക് നിൽക്കുന്നത് ജനങ്ങളെ അല്ല ഒന്ന് ജസ്റ്റ് മനോരമ ഒരാളുടെ പേരും മറ്റുള്ളവർ ചോദിക്കാൻ ഒരാളുടെ പേരും മറ്റുള്ളവർ ചോദിക്കാൻ മറ്റുള്ളവർ
അതെ വേണ്ട. സ്റ്റേജിൻ്റെ അവിടെ വരാം, സ്റ്റേജിൻ്റെ അവിടെ വരാൻ പറഞ്ഞു. സ്റ്റേജിൻ്റെ അവിടെ അത് മാത്രം അന്നേരം മറ്റുള്ളവരെ അത് കൊടുക്കില്ല, ഇവരെ ചാനൽ കാണുന്നത്. അതെ, അവർ തമ്മിലുള്ളൊരു ഈഗോ പ്രശ്നം വരുമല്ലോ. എന്നാലും സ്റ്റേജിൻ്റെ അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് മതി, എനിക്ക് വേണ്ട. ഒന്ന് സ്ലോ ചെയ്ത മോനെ. വണ്ടിയിൽ കയറണമായിരുന്നു നമുക്ക്. വടിയടച്ച് പിണ്ടം വെക്കാം. ഓരോ വോട്ടും പതിയട്ടെ. വീരന്മാരോ ബലിദാനികളുടെ വീരന്മാരോ ബലിദാനികളുടെ അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. സ്വാഗതം, സുസ്വാഗതം. നിർമ്മലാജിക്ക് സ്വാഗതം.
ശ്രീമതി നിർമ്മല സീതാരാമൻജി മറോടുകളിലേക്ക് കടന്നു വരികയാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തനായ സ്ഥാനാർത്ഥി നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട സദാനന്ദ മാസത്ത് താമരയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈകാരെ ധന്യമാക്കിക്കൊണ്ട് മാറോടുകളിലേക്ക് ശ്രീമതി നിർമ്മല സീതാരാമൻജി കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയങ്കരിയായ കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻജി ഈ വൈത്താരെ ധന്യമാക്കിക്കൊണ്ട് സദാനന്ദ മാസത്തെ വോട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ മറുപടികളിലേക്ക് എത്തിച്ചേരുകയാണ്. जय बोलो भारत माता की स्वागतम सुस्वागतम स्वागतम सुस्वागतम निर्मला जी के स्वागतम निर्मला जी के स्वागतम स्वागतम सुस्वागतम निर्मला जी के स्वागतम निर्मला जी के स्वागतम बलिदानिകളുടെ പാവന മണ്ണിൽ ബലിദാനികളുടെ പാവന മണ്ണിൽ ബലിദാനികളുടെ പാവന മണ്ണിൽ ബലിദാനികളുടെ പാവന മണ്ണിൽ സ്വാഗതം സുസ്വാഗതം സ്വാഗതം സുസ്വാഗതം നിർമ്മല സീതാരാമൻജി നമ്മുടെ വേദിയിൽ എത്തിയിരിക്കുകയാണ്. അതൊക്കെ മലയാളം ചാനൽ അപ്പോൾ സൈഡ് നിർമ്മല സീതാരാമൻജിയെ ഹാരാർപ്പണം ചെയ്യാൻ ബിജെപി നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ സദാനന്ദൻ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബോലോ ഭാരത് മാതാ കി ബോലോ ഭാരത് മാതാ കി. ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമൻജി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ സദാനന്ദൻ മാഷെ ഹാരമണിയിക്കുന്നു. जय बोलो भारत माता की जय बोलो भारत माता की അടുത്തതായി നമ്മുടെ ആരാധനായ സ്ഥാനാർത്ഥി ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ നമ്മെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നു. അതിനായി സദാനന്ദൻ മാഷെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ആരാധ്യയായ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻജി, ബാക്കി പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാക്കൾ, ബഹുമാന്യരായ ജനങ്ങൾ, അഭിനന്ദന വോട്ടർമാർ, എല്ലാവർക്കും നമസ്കാരം. ആവേശം ഒലിഞ്ഞു പോകുകയാണ് ആകാശത്തോളം. ആ ആവേശത്തിനൊടുവിൽ നാം നിശ്ചയിക്കുകയാണ് ഈ കൂത്തുപറമ്പിൽ മാറ്റത്തിന്റെ ശനിപ്പലി മുഴങ്ങിക്കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം വിജയനഗരം അറിയാൻ പോവുകയാണ്. സ്നേഹമുള്ളവരെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് തിരക്കുകൾ നമ്മുടെ ആരാധ്യയായ നിർമ്മലാജിക്കുണ്ട്. ഇനിയും നിരവധി പരിപാടികൾ കേരളത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾ ഏവരുടെയും അനുഗ്രഹാശീസ്സുകൾ, നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തി ഈ കൂത്തുപറമ്പിന് ഒരു പുതിയ ചരിത്രം രചിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ആരാധ്യയായ നിർമ്മലാജിക്ക് വേണ്ടി ഞാൻ എന്റെ ഈ മൈക്ക് ഒഴിയുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ പങ്കെടുത്ത ഈ നട്ടുച്ച നേരത്ത് ഈ വെയിലിന്റെ കാഠിന്യം വകവയ്ക്കാതെ ഇവിടെ കൂടിച്ചേർന്ന എല്ലാ ബന്ധുജനങ്ങൾക്കും ഒരിക്കൽ
കൂടി നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഇനിയുള്ള നാളുകൾ വിജയത്തിൻ്റെതാണ് എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കീ We cordially invite you, respected Minister Nirmala Sitharaman ji, to deliver a speech in front of us. No translation is needed. എല്ലാവർക്കും നമസ്കാരം. இந்த உச்சி வெயில் தமிழ்ல ஷூட்ல நீங்க ப்ரொசெஷன் எடுத்தது எனக்கு ரொம்ப டச்சிங். அதுக்கு தேங்க்யூ வெரி மச். Not bothered about the heat, not bothered about the violence of LDF, Idadasari violence, Valadasari UDF corruption ku victimai poi irukkudiva BJP settlements. You are the victim of the violence of left-wing politics and the corruption of UDF. For you, your daily life is under risk. You're living your daily life under risk. I'm saying this in free India, in democratic India, in an India where elections happen, where people choose their leaders. And every time, self-appointed leaders, liberal leaders, some self-appointed, some people in the media who speak for and take the sides of the left ideology, all speak to us, speak to Prime Minister Modi, saying federalism is under threat. Right-wing extremism is oppressing all of us. Not true. Not today, not just 5 years ago, not 10 years ago. Since the time this imported ideology of communism has come into India, come into Kerala, people of Kerala trusted them. They trusted them, saying, under our constitution, if you are going to get elected and you will be in the parliament, you will take care of all people. No. They cut off the necks of people who dare to challenge them on ideology. They remove you from the list of benefits which are given by the central government. They threaten you, saying if you are with RSS or BJP, you will not get anything from the government. They don't allow you to speak. Even women are threatened. Even if you say namaskar to them, see what happens. That is the imported ideology. It comes with violence. Violence like this. Violence which threatens all of us. You vote for BJP, you will not be given water in your village. You vote for BJP, you will not be allowed to even open a little business in your village. Your survival itself is at stake. We are seeing exactly the same thing in Bengal.
communist and removing communist, the force which came after that copied the communist. And violence is the only mantra. You can't support me, I'll ensure you will support me by denying you your rights. If I don't like you, I will eliminate you. I will hang you from a tree in front of children and women. That is the politics of violence which left wing spreads in Kerala, spread in West Bengal. Their full attention is not on governance. It is only on eliminating the opponents. All of you are suffering in one or the other way. Martyr Bhumi, this Bhumi is. I was told 28 people have sacrificed their life in this ideological warfare which left perpetrates. This is a very sacred Bhumi for us. And therefore appeal to you. I appeal to each one of you. You must speak to everybody. What Narendra Modi ji has done for Kerala in the last 5 years, now 6th and 7th year, no UDF government being a part of the union government could do it. Congress party was hand in glove with the leftists. They have alliance here, they contest here, but they will, in Delhi they will be friends when they have the UPA government. But even being in Delhi, they don't get anything for Kerala. Projects are waiting for God knows how long. Employment is not generated. Economy suffers because of corruption under UPA. Corruption of the Congress under the UPA. And that corruption is to keep up one family. For that one family's sake, corruption shamelessly happens. At that time, left doesn't speak in Kerala. Now here they give you a feeling that they are fighting against each other and seeking your vote. Whereas the fraud that they are committing on all of us, fraud, total fraud. People in Kerala believe that the Congress is fighting the Bamparti, the left wing, the Edusisari. But in Bengal they are fighting together. Somebody else, they are fighting the BJP there. Their message is, you do corruption, I'll tolerate. I do corruption, you tolerate. Suppose BJP comes here, both of us cannot do any corruption. So don't allow BJP to come. That is the politics they are playing here. They have no respect for human lives. They don't care for women. And that is why, if in left wing, they couldn't send even one member of parliament to the Rajya Sabha. Latika is a Mahila Congress head. They couldn't give her ticket. What did she do? Because she couldn't take the shape, she went and removed the hair. They don't care. Congress doesn't care. Insult women. Every bit of politics that they do is aimed at three things: corruption, violence, or appeasement of minorities. Because of that, vote comes in what in double basis, Saksafai. It comes in bundles. What do you say for Saksafai? The pony, the bag, the cave. Vote comes in charger. Bundles after bundles. Muta muta. So for them, no problem. I'll get 10 mutta in this district, 30 mutta in that district. Chakka mutta vote appeasement politics. Both Congress and Communists do only this.
But they could not give the rights to the women in the minority even after appeasement. That only Prime Minister Modi can do. That is why even in minority community, today women belonging to minority community understand. They understand the politics and the way in which Chaku-Muta vote politics of appeasement has taken them for granted. They were suffering under Triple Talaq, but Congress did not care. Left wing doesn't care. So Chaku-Muta politics, they can keep going, their women will suffer. Whereas in 50 Muslim countries, they gave them Triple Talaq, relief from Triple Talaq. That is why they don't allow us to campaign. In Tamil Nadu, BJP candidate is prohibited from entering certain areas where minorities live by some misguided elements. I am not saying that everybody in minority do this. Like that, because if you go in, you say the truth, their women will understand. Like this, there are a lot of things I can speak. But because you have really suffered walking in that procession in this heat, I don't have a heart to take more of your time. I will do namaskar. I'll bend my head in respect. You are all suffering and putting up with a lot of violence. 28 people have sacrificed their life in this constituency for that violence, and you have exemplary person who after that kind of a violence has stood up to serve this country. Sadanand Master is that example. You cannot get a better candidate. If you want to send a message to the left wing and to the Congress, you both are, in Telugu and Tamil there are expressions, Arimadi or even Arachakam, they are both friends. Chiruttanathu Todal, corruption Todal, Arimadi Todal, Arachakathu Todal. Assembly one question is violence against us. One question is corruption against us. Congress party says they are contesting the LDA. Number to clear. Point. Total lies. So, I appeal to you. Vote because this is a very symbolic candidate. This symbolic candidate is your answer to the violence, your answer to the corruption. Vote BJP. Jai Hind. ഈ പ്രസംഗത്തിന്റെ ആശയം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ VT രമ നിങ്ങൾക്ക് നൽകുന്നു. ഇവിടെ ഇടതുപക്ഷത്തിന്റെ ക്രൂരതയുടെയും ജന്മഭൂമിയുടെ സ്പെഷ്യൽ പതിപ്പിന്റെ പ്രകാശനം. We request our minister to release Janmabhoomi supplement. And at the same time, we request you, Minister, to release our manifesto of Putturamba constituency. And at the same time, I request Mr. Sadanand Master to present the memento, that is the picture of Muttappa, our local god. We worship our Muttappa, and our candidate Sadanand Master is giving the photo of Muttappa to our beloved minister. നമസ്തേ. നിർമ്മലാജിയുടെ പ്രസംഗത്തിന്റെ സംക്ഷിപ്തം മാത്രം ഞാൻ ഒരു മിനിറ്റിനോട് പറയാം. ഇടതുപക്ഷത്തിന്റെ ക്രൂരതയുടെയും അക്രമങ്ങളുടെയും ഇരകളാണ് ഇവിടെയുള്ളവർ. ദൈനംദിന ജീവിതം പോലും അപകടപ്പെടുത്തി ജീവിക്കുന്നവരാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ. സ്വയം പ്രഖ്യാപിത പുരോഗമനവാദികൾ ഫെഡറലിസത്തിന് അപജയം സംഭവിക്കുന്നു എന്ന് വെറുതെ അപലപിക്കുകയാണ്. കാരണം ഇറക്കുമതി ആശയങ്ങളുമായി നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് ഭരിക്കുന്നവരാണ് ഇടതുപക്ഷം. ഈ വഴിയിൽ സ്ത്രീകൾ പോലും നമസ്കാരം പറയാൻ മടിക്കുന്നത് ഞാൻ കണ്ടു. കാരണം നമസ്തേ പറഞ്ഞാൽ BJPക്ക് വോട്ട് ചെയ്താൽ നിങ്ങളുടെ നിലനിൽപ്പില്ല, നിങ്ങൾക്ക് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയില്ല.
ബംഗാളിൽ പേടിപ്പിച്ച് ഭരിക്കുകയായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി. അത് കഴിഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് വന്നപ്പോൾ അവരും പേടിപ്പിക്കാൻ തുടങ്ങി. അതുപോലെയാണ് ഇവിടെയും അവകാശങ്ങൾ നിഷേധിക്കുകയാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന പ്രയോഗമാണ് ഇവിടെയുള്ളത്. പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യുന്ന സിദ്ധാന്തമാണ് ഇടതുപക്ഷത്തിൻ്റെത്. കൂത്തുപറമ്പ് ബലിദാനികളുടെ പുണ്യ ഭൂമിയാണ്. ഇവിടെ 5 വർഷം മുൻപ് തുടങ്ങിയ 7 വർഷമായി നരേന്ദ്രമോദി ചെയ്ത പദ്ധതികള് സഹായങ്ങളെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കണം. കോൺഗ്രസും UDF-ഉം നാളിതുവരെ യാതൊന്നും നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടില്ല. പുറത്താകട്ടെ, ഇവിടെ മത്സരിക്കുമ്പോൾ, കേരളത്തിൽ അന്യോന്യം മത്സരിക്കുമ്പോൾ ഇടതും വലതും, പുറത്ത് ബംഗാളിലടക്കം ഒക്കെ ചങ്ങായിമാരാണ് എന്ന് ഓർക്കുക. തൊഴിലില്ലായ്മയും അഴിമതിയും കൊണ്ട് നാണം കെട്ട രീതിയിലാണ് ഈ കേരളം പോകുന്നത്. ഇവർ തമ്മിലുള്ള, ഇടതും വലതും തമ്മിലുള്ള മത്സരം പോലും നമ്മളെയൊക്കെ പറ്റിക്കുന്ന വഞ്ചനയാണ്, വ്യാജമാണ്. ഓപ്പോസിഷൻ, നമ്മുടെ പ്രതിപക്ഷം ഒരിക്കലും ഇടതുപക്ഷത്തിന് എതിർ വാക്കുകൾ പറയാറില്ല. BJP വന്നാൽ അഴിമതി ഉണ്ടാവില്ല, അഴിമതി നടത്താൻ പറ്റില്ല എന്നതാണ് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പ്രശ്നം. ഇവിടെ ഏറ്റവും അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് സദാനന്ദൻ മാസ്റ്റർ. CPM ക്രൂരതയുടെ ഇരയായിക്കൊണ്ട് ജീവിക്കുന്ന രക്തസാക്ഷിയായ സദാനന്ദൻ മാസ്റ്ററേക്കാൾ നല്ല ഒരു സ്ഥാനാർത്ഥി കൂത്തുപറമ്പിന് കിട്ടാനില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ സഫറിങ്സിന്റെ, നമ്മുടെ വിഷമങ്ങളുടെ പ്രതീകമാണ്, അടയാളമാണ് എന്നറിഞ്ഞുകൊണ്ട് ആ പ്രതീകത്തെ ഇരയായിക്കൊണ്ടിരിക്കുന്ന BJP-യുടെ രാഷ്ട്രീയ നേതൃത്വം ഇനിയും തല താഴ്ത്തില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സദാനന്ദൻ മാസ്റ്ററെ വിജയിപ്പിച്ചുകൊണ്ട് ഒരു താമരക്കാലം നമുക്കുണ്ടാക്കണം. അഴിമതിയില്ലാത്ത, പ്രീണനമില്ലാത്ത, അക്രമമില്ലാത്ത ഒരു ഭാവിയാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി സദാനന്ദൻ മാഷെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. We express our great thanks to our minister. Thank you very much. നന്ദി രേഖപ്പെടുത്താൻ മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുച്ചിങ്ങാടിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഈ പരിപാടിയുടെ ബഹുമാനായ അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് സുജിലാൽജി, അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥിയും നമ്മുടെ ധനകാര്യ മന്ത്രിയുമായിട്ടുള്ള നിർമ്മല സീതാരാമൻജി, ഇരുവർക്കും നന്ദി അറിയിക്കുന്നു. വേദിയുടെ ഇടതുവശത്തായി കുടിവെള്ളം അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കുടിച്ചിട്ട് പോകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും വാങ്ങി വെക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട P. സത്യപ്രകാശ് മാസ്റ്റർ, KK വിനോദ് കുമാർ മാസ്റ്റർ, മോഹൻ മാൻകരി, VP സുരേന്ദ്രൻ മാസ്റ്റർ, आदरणीय स्थानार्थी श्री सदानंदन मास्टर, CP कुंजिकरण मास्टर, CP संगीत पहले भाषा, AK धनंजन, AK राजीवन, VP शादी मास्टर, वंदे मातरम आलपिಸುತ್ತಾ ಪರೀಕ್ಷಾ ಸುವಾಸ್ തുടങ്ങി മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള നാട്ടുകാരെയും മാധ്യമപ്രവർത്തകരെയും സഹപ്രവർത്തകരെയും പോലീസുകാരെയും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും ഈ സ്റ്റേജിന്റെ ഇടതുവശത്ത് വെച്ചിട്ടുള്ള വെള്ളം കഴിച്ചിട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കാം. വെള്ളം കുടിച്ചു പോകണം.